ഹലോ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്. സീനൂസ് പത്മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ഗൂസ്ബെറി, നമ്മുടെ നെല്ലിക്ക. വിറ്റാമിൻ സി, എല്ലാ വിറ്റാമിനുകൾക്കും കൂടിയ ഒരു സമ്പത്താണ് നമ്മുടെ ഗൂസ്ബെറി അല്ല നെല്ലിക്ക. ഞാനിന്ന് നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെല്ലിക്ക പിന്നെ പുഴുങ്ങി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഉപ്പ് ഇട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് അച്ചാറാക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം. നെല്ലിക്ക നല്ല വൃത്തിയാക്കി ഉപ്പൊക്കെ ആക്കി മിക്സ് ചെയ്ത് വെച്ചത് ഉണ്ട്. പിന്നെ അധികം വെന്ത് പോരുത്, ഒന്ന് ആവി കയറ്റി വെച്ചതിന് ശേഷം റെഡിയാക്കി വെക്കുക. പിന്നെ മുളക് പൊടി, അച്ചാർ പൊടി ഇതെല്ലാം മിക്സ് ചെയ്ത് അവിടെ എടുത്ത് വെക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ പീസാക്കിയത്, പിന്നെ ഉലുവ, കടുക് വറുത്ത് പൊടിച്ച് വെച്ചത്, കറിവേപ്പില, വിനാഗിരി. പിന്നെ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അധികം ഇല്ല, കുറച്ച് കഴിഞ്ഞ ദിവസം അച്ചാറാക്കിയതിൻ്റെ ബാക്കിയാണ്. പിന്നെ കായം പൗഡർ. ഇത്രയും സാധനങ്ങളാണ് അച്ചാറാക്കാൻ വേണ്ടുന്നത്. അതിന് ശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. ഗ്യാസ് ഓണാക്കുക. വലിയ തീയാക്കരുത്, ഒരു ആവറേജ് മിനിമം തീയിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ റെഡിയാക്കുക. ചട്ടി ചൂടാവുമ്പോൾ നല്ലെണ്ണ അതിലേക്ക് ഒഴിക്കുക. പാകത്തിന് നല്ലെണ്ണ എടുക്കുക. അത് ചൂടാകാൻ വെക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇടാൻ പാടുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് വേണമെങ്കിൽ ഇട്ട് പൊട്ടിക്കാം, പക്ഷേ ഞാൻ കടുക് ഇടുന്നില്ല. കടുക് പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുകും ഉലുവയും ചൂടാക്കിയിട്ട് അത് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചട്ടി എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാർ ആക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ ആദ്യമേ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളും ചേർത്തു. അപ്പോഴത്തേക്ക് കറണ്ട് പോയി ഗൈസ് കേട്ടോ. ഇനി നമ്മളങ്ങോട്ട് ലൈറ്റ് അടിച്ചിട്ടാണ് അച്ചാറാക്കുന്നത്. എമർജൻസി കത്തിച്ചു, അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് എല്ലാം മിക്സ് അതിലേക്ക് ഇട്ടു. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചൂടായതിന് ശേഷം നമ്മളെല്ലാം മസാലപ്പൊടിയിൽ ചേർക്കുകയാണ്. കായപ്പൊടി അടക്കം, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതെല്ലാം ചേർത്ത് അതിൽ വിനാഗിരി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നല്ല മിക്സ് ആയതിന് ശേഷം നമ്മൾ നെല്ലിക്ക പുഴുങ്ങി വെച്ചത് ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ആദ്യമേ ഇട്ടിട്ടുണ്ട്. വിനാഗിരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ലാസ്റ്റോട്ടേ ചേർക്കണ്ടു. മസാലയിൽ ചൂടായതിന് ശേഷം ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. പറന്ന് പറന്ന് പറന്നു വന്ന് പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴിൽ നിന്നു. പറന്നു 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 വന്ന് പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. അപ്പോൾ നമ്മുടെ കിട്ടില്ല അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. വേണ്ടുന്നവരൊക്കെ ഓടി വായോ. ഓക്കെ, താങ്ക് യു.